ഇത് സിനിമയിലുള്ള പരാമർശത്തിന്റെ പേരിലല്ല യഥാർത്ഥത്തിൽ ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയല്ലല്ലോ. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കമൽഹാസൻ, അതായത് ആ സിനിമയിലെ നായകൻ കൂടിയായ അതിലെ പ്രധാന അഭിനേതാവ് കൂടിയായ കമൽഹാസൻ പറഞ്ഞ ഒരു പ്രതികരണം, ആ പ്രതികരണത്തിന്റെ മുകളിലാണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതായത് തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ, തമിഴിൽ നിന്നാണല്ലോ കന്നഡ ഭാഷ ഉണ്ടായത് എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് കമൽഹാസൻ അന്ന് പ്രതികരിച്ചത്. അപ്പൊ അത് സത്യത്തിലൊരു ഭാഷാ വിവാദം മാത്രമാണ്. അത് തമിഴിൽ നിന്നാണോ കന്നഡ ഉണ്ടായത്, അല്ല മറ്റേതെങ്കിലും ഭാഷയിൽ നിന്നാണോ എന്നൊക്കെയുള്ള ഒരു ചർച്ച. യഥാർത്ഥത്തിൽ അത് നമ്മൾ എത്രയോ കാലമായി നമ്മൾ എപ്പോഴും പറഞ്ഞു വരുന്ന ഈ ആദി ദ്രാവിഡ ഭാഷ, ആദി ദ്രാവിഡ ഭാഷയുടെ വിവിധ ശാഖകളാണ് കന്നഡ ഭാഷ, തമിഴ് ഭാഷ, മലയാളം ഭാഷ, ഇതൊക്കെ. അപ്പൊ തമിഴിൽ നിന്നാണ് കന്നഡ ഭാഷ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചതാണ് കർണാടകയിലുള്ള ജനങ്ങളെ പ്രകോപിപ്പിച്ചത്, ബാംഗ്ലൂരിൽ ഉള്ള ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. പക്ഷെ അതിൽ കോടതി ഒരു ക്രൗഡിന്റെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിമർശനം സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. കോടതി യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം ഇതിന് ജനാധിപത്യപരമായ മാർഗങ്ങളുണ്ട്. ഇപ്പൊ കമൽഹാസൻ പറഞ്ഞത് തെറ്റാണ് എന്ന് കർണാടകത്തിലെ ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കർണാടകത്തിലെ ജനങ്ങൾക്ക് അതിന് ജനാധിപത്യപരമായി അതിനെതിരായി പ്രതികരിക്കാം. ഒരു പ്രസ്താവന കമൽഹാസൻ നടത്തി കഴിഞ്ഞാൽ അത് മറ്റൊരു പ്രസ്താവനയിലൂടെ വേണമെങ്കിൽ നമുക്ക് പ്രതികരിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിന് പകരം സിനിമാ തിയേറ്റർ കത്തിക്കും എന്ന് പറയാൻ എന്താണ് അവകാശമുള്ളത്? അങ്ങനെ സിനിമാ തിയേറ്റർ കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനക്കൂട്ടം മുന്നോട്ട് വരുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ ഹൈക്കോടതിക്ക് പ്രതികരിക്കാൻ അവകാശമില്ല. ഹൈക്കോടതി ആ പ്രതികരിച്ച് തെറ്റായി പോയി എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജനക്കൂട്ടത്തിനോട് ഒത്തുചേർന്നിട്ട് ഹൈക്കോടതി പറഞ്ഞ് കർണാടക ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് കമൽഹാസൻ മാപ്പ് പറയണം എന്നായിരുന്നു. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹൈക്കോടതി പണിയാണോ ഇങ്ങനെ ആളുകളെ കൊണ്ട് മാപ്പ് അറിയിപ്പിക്കുക എന്നുള്ളത്? സുപ്രീം കോടതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ റോൾ അല്ല, അതായത് ഒരു കോടതിയുടെ റോൾ അല്ല ആ വ്യക്തിയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുക എന്നുള്ളത് കോടതിയുടെ റോൾ അല്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വളരെ വ്യക്തമായി പറയുകയും ഈ കർണാടക ഹൈക്കോടതിയിലുള്ള ഈ കേസ് സുപ്രീം കോടതി സ്വയം സുപ്രീം കോടതിയിലേക്ക് എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് കർണാടക സർക്കാരിന് നോട്ടീസ് അയക്കാനാണ് ഇന്നിപ്പോ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്, ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലുള്ള വളരെ ന്യായമായ ഒരു ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ജനക്കൂട്ടത്തിന്റെ ഒരു മോബ് അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന്റെ അഭിപ്രായങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു നീതിപീഠം പെരുമാറാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഒരു കലാസൃഷ്ടിയായിട്ട് കാണുന്നതിന് പകരം ആ കലാസൃഷ്ടിയിലുള്ള രാഷ്ട്രീയ വിഷയത്തിനെ എടുത്തിട്ട് ആ കലാസൃഷ്ടിയെ അവസാനിപ്പിക്കണം, അതിനെ നിരോധിക്കണം എന്നുള്ള ആ അഭിപ്രായം ശരിയാണോ എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കലാസൃഷ്ടിയെ എങ്ങനെ സമീപിക്കണം, ജനക്കൂട്ടത്തിന്റെ അഭിപ്രായം ഒരു കലാസൃഷ്ടിക്ക് എതിരാണ് എന്നുള്ളതുകൊണ്ട് മാത്രം ആ കലാസൃഷ്ടിയെ നിരോധിക്കണമോ എന്നുള്ള ഒരു ചോദ്യത്തിന് സുപ്രീം കോടതി നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇന്നത്തെ ഉത്തരവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുൻപ് സുപ്രീം കോടതി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, മുൻപ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു നാടകവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, മീ നാഥുറാം ബോൽത്തോയ് എന്ന് പറഞ്ഞൊരു നാടകം, ആ നാടകവുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി ഈ കേസിൽ സുപ്രീം കോടതി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെ ഒരു കലാസൃഷ്ടിയെ നിരോധിക്കാനായിട്ട് അവകാശമില്ല. പകരം ആ കലാസൃഷ്ടിയായി കാണുകയും അതിനു മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ആ കലാസൃഷ്ടിയുടെ സ്രഷ്ടാക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനോട് ജനാധിപത്യപരമായിട്ട് തിരിച്ചു പ്രതികരിക്കുക എന്നുള്ളതാണ്. ഒരു പ്രസ്താവന ഇങ്ങോട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വിയോജിക്കുന്ന മറ്റൊരു പ്രസ്താവന നടത്താം. അതിനു പകരം ആ കലാസൃഷ്ടി നിരോധിക്കുന്നത് തീർത്തും, അല്ലെങ്കിൽ ആ കലാസൃഷ്ടി ഇവിടെ ഈ സംസ്ഥാനത്ത് പറ്റില്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കലാസൃഷ്ടിയോടുള്ള
ഒരു പ്രത്യേക തരത്തിലുള്ള അക്രമാസക്തമായ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.